ഇറാൻ ഒരു സംസ്കാരത്തിൻ്റെ തുടക്കവും കൂടിയാണ്. ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ പോകുന്നത് ഇറാൻ്റെ പഴയകാല ബസാറിലേക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന സംസ്കാരം, അവരുണ്ടാക്കി വെച്ച അവരുടെ ജീവിത രീതികൾ, ഇതെല്ലാം ഒന്ന് അടുത്തറിയണം, ഒന്ന് കണ്ടറിയണം. ആദ്യം ഞങ്ങൾ പോയത് അവരുടെ ഒരു ഫിൽട്രേഷനാണ്. വെള്ളം മഴക്കാലത്ത് ഫിൽട്ടർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ടാങ്ക്. അതിനപ്പുറം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഭൂകമ്പത്തിൽ തകർന്നു പോയ ഒരു സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാണുന്നത്. 400-500 വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ അത് വല്ലാതെ തകർന്നു പോയിരിക്കുന്നു. അതിനോട് ചേർന്ന് 4 വശത്തേക്കും തുറക്കാവുന്ന വാതിലുകളുള്ള ഒരു അതിപുരാതനമായൊരു മാർക്കറ്റ്. ഇതന്നും അതിൻ്റെ തനതായ ഭംഗിയിൽ അവരതിനെ നിലനിർത്തിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമാണ് തോന്നുക. ഈ ചൈനയിൽ നിന്നുള്ള സിൽക്കുകൾ, ഇന്ത്യയിൽ നിന്നുള്ള സിൽക്ക് തുണികൾ, അതുപോലെ തന്നെ കോട്ടൺ തുണികൾ, ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ, ഒപ്പം സുഗന്ധവ്യഞ്ജനങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു പഴയകാല ചന്ത. മറിയമിൻ്റെ മകൾ അതെല്ലാം വളരെ ഭംഗിയായി എനിക്ക് വിവരിച്ചു തന്നുകൊണ്ടിരുന്നു. ഇതിനിടയിലൂടെ നടക്കുമ്പോഴാണ് കോട്ടൺ കൊണ്ടുള്ള നൂലുകൾ ഞാൻ കണ്ടത്. എൻ്റെ ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടൺ നൂലുകളെയും തടന്ന് ഞാൻ മുന്നോട്ട് പോയി. പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഇറാനികൾ വന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നു. ഈ 4 വഴികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രമുഖ കവാടത്തിലേക്കാണ് നാം ചെന്ന് നിൽക്കുക. ഇവിടെ നിന്നാണ് 4 വഴികൾ രൂപാന്തരപ്പെടുന്നത്. ഇതിൻ്റെ മുകളിലുള്ള നിർമ്മാണം കണ്ടാൽ ഇത് എങ്ങനെ അക്കാലത്ത് നിർമ്മിച്ചു എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ നിന്ന് നോക്കിയാൽ 4 വഴികൾ കാണാം. ഈ 4 വഴികളിലൂടെയും ഈ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാം. ഒപ്പം തന്നെ ഇതിനകത്ത് നല്ല തണുപ്പാണ്. പുറത്ത് ചൂട് കാലാവസ്ഥയാണെങ്കിലും അകത്ത് നല്ല തണുപ്പാണ്. അത് നമുക്ക് നടന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുക. ശരിക്കും ഒരു എയർ കണ്ടീഷനോട് നടന്നു പോകുന്ന ഫീലിംഗ്. അത്യാവശ്യം വായുസമ്പർക്കം വരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഹോളുകളും, അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണവും, വിവിധതരം പിന്നാണങ്ങൾ, ചൈനീസ് പ്ലേറ്റുകൾ, ഇറാനിൽ തന്നെ നിർമ്മിക്കുന്ന പലതരത്തിലുള്ള പ്ലേറ്റുകൾ ഒക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അബു ഫർസാൻ പറഞ്ഞു, തൊട്ടടുത്തൊരു ഗുഹാകവാടം പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് വെള്ളം മുമ്പ് കാത്തു സൂക്ഷിച്ചിരുന്നത്. ഇവിടെ ഒരു ടാങ്ക് പോലെ, പാറക്കെട്ടിനകത്ത് ഒരു ടാങ്ക് പോലെ ഒരു നിർമ്മിതിയുണ്ട്. അത് കവർ ചെയ്തിരിക്കുന്നത് ചെളിയും അതുപോലെ തന്നെ മണ്ണും പുല്ലും കൂടെ കുഴച്ചുള്ള ഭിത്തികളാലാണ്. തൊട്ടടുത്ത് തന്നെയുള്ള സ്വർണ്ണക്കട അതിമനോഹരമാണ്. നമ്മുടെ നാട്ടിലെ അതേ വില തന്നെയാണ് ഇവിടെയും. സ്വർണത്തിന് വിലയ്ക്കൊന്നും വലിയ വ്യത്യാസമില്ല. ഇറാനിലൂടെ നടക്കുമ്പോൾ അടുത്ത് ഞാൻ കണ്ട കാഴ്ച, ഇമാം മീർ ഇബൻ അലി ഹുസൈൻ എന്ന് പറയുന്ന ഹസൻ റളിയല്ലാഹുവിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ മക്ബറയാണ്. ഇതിനോട് ചേർന്നൊരു പള്ളിയുമുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. ഈ കാണുന്ന പ്രവേശന കവാടത്തിലൂടെ അബു ഫർസാൻ എന്നെ അകത്തേക്ക് നയിച്ചു. അകത്ത് ഏറെ പേർഷ്യൻ നിർമ്മിതി എന്താണോ അതിൻ്റെ മുഴുവൻ ഭംഗിയും ആവാഹിച്ചുകൊണ്ടുള്ള ഒരു ചില്ല് കൊട്ടാരം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു നിർമ്മിതി. ഈ കാണുന്നതാണ് ആ മഹാനവറുകളുടെ ഖബർ. ഇവിടെ വന്ന് ആളുകൾ ദ്വാ ചെയ്തും പ്രാർത്ഥിച്ചുമൊക്കെ പോകുന്ന കാഴ്ചകൾ കാണാം. ഇതിനകത്താണ് അദ്ദേഹത്തിൻ്റെ മക്ബറയുള്ളത്. അത് വ്യക്തമായി ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിൻ്റെ നിർമ്മിതി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പഴയകാല പേർഷ്യൻ നിർമ്മിതി എന്താണ്, അതിൻ്റെ ഭംഗി എന്താണ് എന്നുള്ള മുഴുവൻ കാഴ്ചകളും ഈ ഒരു മക്ബറയിൽ നിന്ന് കാണാം. ഇത് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്കും മറു സൈഡിൽ ആണുങ്ങൾക്കുമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഭക്തന്മാർ അവരുടെ പ്രാർത്ഥന നടത്തി തിരിച്ചു പോകുന്ന കാഴ്ചകളും ഞാൻ കണ്ടിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ, അദ്ദേഹം ഈ മഹാനവറുകളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. തൊട്ടപ്പുറത്തൊരാൾ നമസ്കരിക്കുന്നുണ്ട്. അയാളുടെ നമസ്കാരം കഴിയുമ്പോൾ വന്നിട്ട് ഈ മക്ബറയെ ചുംബിച്ച് മുന്നോട്ട് നടക്കാതെ പിന്നോട്ട് നടന്നു പോകുന്നൊരു കാഴ്ചയും ഞാൻ കണ്ടിരുന്നു. എന്തായാലും ഇതാണ് അതിനോട് ചേർന്നുള്ള പള്ളി. അതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മക്ബറയിൽ കാഴ്ചകൾ പൂർത്തിയാക്കിയിട്ട് പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കാമെന്ന് കരുതി ഞാൻ വീണ്ടും എൻ്റെ ക്യാമറ മക്ബറയിലേക്ക് തിരിച്ചു. മക്ബറയിൽ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ആളുകൾ വന്നു പോകുന്നുണ്ട്. ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം ആളിനൊരു കുറവ്. അദ്ദേഹം വരുന്നു, കാര്യങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നോട്ട് നടന്ന് പോകുന്ന ഒരു കാഴ്ച. ഒപ്പം തന്നെ ഇവർ ഒരു പ്രത്യേകതരം കല്ലുകളിലാണ് ഇവർ സുജൂദ് ചെയ്യുന്നത്. സുജൂദ് ചെയ്യുന്ന സാഷ്ടാംഗം പ്രണമിക്കുന്നത് കല്ലുകളിലാണ്.
അവർ നേരിട്ട് ഒരു കാരണവശാലും അവർ തറയിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു കാർപ്പറ്റിലേക്ക് സുജൂദ് ചെയ്യില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അബു ഫർസാൻ എന്നെ കാണിച്ചു തന്നു. ആ കല്ല് നിലത്ത് വെക്കുകയും പിന്നീട് നെറ്റ് കൊണ്ട് ആ കല്ലിൽ അമർത്തുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതിനുശേഷം ഞങ്ങൾ ആ വിശാലമായ പള്ളിക്കകത്തേക്ക് കടന്നുപോയി. പള്ളിയും ഈ പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമായ ചില്ലുകൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള നിർമ്മാണം ആണ് നടത്തിയിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. പള്ളിക്കകത്ത് കയറി ഞാൻ മുഴുവൻ ഷൂട്ട് ചെയ്തെങ്കിലും ഒരാൾ പോലും എന്തിനാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാതെ വളരെ ഫ്രണ്ട്ലി ആയി തന്നെ ചിരിച്ച് കളിച്ച് അവിടെ നിന്ന് പോകുന്ന കാഴ്ചകളാണ് ഞാൻ കണ്ടത്. അതിനുശേഷം എൻ്റെ കൗതുകത്തോട് വീണ്ടും ഞാൻ ആ കല്ലുകളൊന്ന് നോക്കുകയും അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. കാരണം ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഞാൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായി തീരുമാനിച്ചു. അപ്പോൾ അവിടെ പല തരത്തിലുള്ള നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നു, ബാക്കിയുള്ളവർ നിന്ന് നമസ്കരിക്കുന്നു. അതിനൊരു ഇമാമ് ഫ്രണ്ടിലുണ്ട്. എനിക്ക് മൊത്തത്തിൽ ആ ഒരു നമസ്കാരത്തിൻ്റെ രീതി മനസ്സിലാകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ ഞാൻ ആളല്ല. കുറേ നേരം ഞാൻ നോക്കി നിന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തു വന്നത് നമ്മുടെ ക്രിസ്ത്യൻ സെമിട്രികളെ തോന്നിപ്പിക്കും തരത്തിലുള്ള ഒരു മക്ബറയാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്ന പറമ്പാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സെമിട്രികളാണ് ഇത്തരത്തിലുണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അനുഭവം എനിക്കുണ്ടാകുന്നത്. കാരണം ഒരു പ്രാവശ്യം ഒരാൾ അടക്കം ചെയ്താൽ പിന്നീട് വളരെ നാളിന് ശേഷം മാത്രമേ അടുത്ത ആൾ അവിടെ അടക്കം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പുതിയ സ്ഥലത്താണ് ഇപ്പോൾ ആളുകളെ അടക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം അവിടെ അടക്കാനുള്ള സ്ഥലം പരിമിതിയുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ചാടി. ഇനി അടുത്ത ലക്ഷ്യം അബു ഫർസാൻ്റെ സ്കൂളാണ്. സ്കൂളെന്ന് പറയുന്നത് ആർട്ടും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ സ്കൂളാണ്. അവിടെ നാളെ എക്സിബിഷനാണ്. എക്സിബിഷൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ മാനേജറാണ് അബു ഫർസാൻ. അദ്ദേഹം അകത്തോട്ട് ചെന്നതോടുകൂടി വിദ്യാർത്ഥികളെല്ലാം കൗതുകത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും. ഒപ്പം മറിയത്തിൻ്റെ മകൾ ഞാൻ നാളെ നടക്കുന്ന ആ എക്സിബിഷൻ്റെ കാഴ്ചകൾ കാണാനായി എന്നെ ക്ഷണിച്ചു. ഞാൻ പോകുമ്പോൾ കുട്ടികൾ ഉണ്ടാക്കി വെച്ച പല തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഒപ്പം ആ ഭാഗത്ത് പഠിക്കുന്ന കുട്ടികൾ അവരുടേതായ രീതിയിൽ നിർമ്മിച്ചൊരു ബൈക്കാണിത്. ഒരു ബൈക്ക്, പഴയൊരു ബൈക്ക് എടുത്ത് അത് പുനർനിർമ്മാണം നടത്തിയതാണ്. ഞാൻ കാഴ്ചകൾ വീഡിയോയിൽ പകർത്തുമ്പോൾ അവിടെ ഇരുന്ന ഒരു എൻജിൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ കുട്ടികളുടെ പലതരത്തിലുള്ള ചിത്രരചനകളും അതുപോലെ തന്നെ പല സംഗതികളും കണ്ടു. അപ്പോൾ തിരിച്ചു വന്ന് ആ ഒരു ബൈക്ക് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ ബൈക്ക് കുട്ടികൾ നിർമ്മിച്ചതാണ്. അവിടുത്തെ കുട്ടികൾ നിർമ്മിച്ചൊരു ബൈക്കാണ്. അപ്പം അതും അതിമനോഹരമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അബു ഫർസാൻ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുട്ടികളെ വിളിക്കുകയും കുട്ടികൾ അത് ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം ആ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു വണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് വിശദീകരിച്ച് തരികയും ചെയ്തു. അബു ഫർസാൻ തന്നെ അതിൻ്റെ ഗിയർ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വിശദീകരിച്ച് തന്നു. എങ്ങനെയാണ് എഞ്ചിൻ ചലിക്കുമ്പോൾ ടയറുകൾ കറങ്ങുന്നതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പഠിപ്പിക്കലാണ് ഈ സ്കൂളുകളിൽ നടക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അബു ഫർസാൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബു ഫർസാൻ്റെ ഉമ്മ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അബു ഫർസാനും കൂടി അവർക്കൊപ്പം. അതിനുശേഷം അബു ഫർസാൻ എടുത്തുകൊണ്ടുവന്ന ആ ഒരു സംഗതി ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഉപ്പും കൂട്ടി കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഉപ്പും കൂട്ടി കഴിച്ചു. നമ്മുടെ നാട്ടിലെ മാങ്ങയുടെയൊക്കെ ഒരു സ്വാദ് തോന്നി. പക്ഷേ അതിൻ്റെ കുരു കളയാനായിട്ട് സാധിച്ചില്ല. കുരു ഉൾപ്പെടെ കഴിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ കുരു ഉൾപ്പെടെ കഴിച്ചു. അതിനുശേഷം വീണ്ടും ചോദിക്കുമ്പോഴാണ് അവരെന്നോട് പറയുന്നത്, ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബദാമിൻ്റെ പച്ചയായ രൂപമാണ് ഈ സംഗതി. ഇത് തുറന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പച്ച സാധനം ഉണങ്ങി വരുന്ന അതിനകത്തുള്ള കാമ്പാണ് ഈ പറയുന്ന ബദാം. വളരെ അത്ഭുതപ്പെടുത്തി തന്നെ. അപ്പോൾ ഫർസാൻ അത് എടുത്ത് അത് നിവർത്തിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അത് ഒന്ന് കഴിക്കാനായിട്ട് വന്നു. അത് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണ്ണിമാങ്ങ എന്താണോ അത് ആ അണ്ടിയോടുകൂടി കഴിച്ചാൽ എന്ത് ടേസ്റ്റാണോ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സംഗതിക്ക് ഉള്ളത്. അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ മനോഹരമായിട്ട് തന്നെയാണ് തോന്നിയത്. ഫർസാൻ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ച് തന്നു. ഈ കാണുന്ന വെള്ള സാധനം ഉണങ്ങുന്നതാണ് നമുക്ക് കിട്ടുന്ന ബദാമായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഈ സംഗതി. അതിൻ്റെ ഒരു പുതിയ അറിവായിരുന്നു. അതെന്നെ ഏറെ ആകർഷണപ്പെടുത്തി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മരങ്ങൾ ധാരാളമായി ഉണ്ടെന്ന് പറയാം. എന്തായാലും പുറത്തേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ മരങ്ങൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അതിനുശേഷം ഫർസാൻ അതിലേക്ക് ഉപ്പും ഇട്ട് അത് ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു കാഴ്ച
നമ്മുടെ നാട്ടിലെ കുട്ടികൾ എത്തരത്തിലാണോ കണ്ണിമാങ്ങ കഴിക്കുന്നത് അത് എന്നെ ഓർമ്മപ്പെടുത്തി. എന്തായാലും ഞങ്ങൾക്കുള്ള ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് അബു ഫർസാനും മുഫർസാനും അവരുടെ കുടുംബവും. അതിന് മുന്നിൽ തന്നെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ കിച്ചൺ. അപ്പോൾ ആ ഡൈനിങ് ഹാളിലേക്ക് ഒരു സുപ്ര വിരിച്ച് അതിനകത്തേക്ക് വിഭവങ്ങൾ കൊണ്ട് വെച്ച് സൽക്കരിക്കാനുള്ള തിരക്കിലാണ് അവർ. അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് അവരുടെ അതിഥികളെയും കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും സന്തോഷകരമായൊരു കാഴ്ചയാണ്. കാരണം അവരുടെ സുഹൃത്തുക്കളെ കൂടി ക്ഷണിച്ച് അവരുടെ ഇടയിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ. ഇത് അവരുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഒപ്പം തന്നെ അവർ കുടുംബത്തോട് കൂട്ടായിരുന്നു നമുക്ക് വിളമ്പി തന്ന് നമ്മളെ കൊണ്ട് കഴിപ്പിച്ച് മതി വരിപ്പിച്ച് വയറ് നിറക്കുന്നത് വരെ അവർ നമുക്ക് വിളമ്പി തന്നുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് അബു ഫർസാൻ വല്ലാതെ ഫുഡ് വിളമ്പി തന്നതിൻ്റെ പ്രകാരം എനിക്ക് ഒരുപാട് കഴിക്കാൻ സാധിച്ചില്ല. അത് സങ്കടകരമായ കാര്യമാണ്. എങ്കിലും എന്നാലാവുന്ന വിധം കഴിച്ച് ഞാൻ മറ്റുള്ളവർ കഴിക്കുന്നത് ആകാംക്ഷയോടുകൂടി നോക്കി നിന്നു. വളരെ മനോഹരമാണ് ഇവരുടെ ഫുഡ് കഴിക്കുന്ന രീതികൾ പോലും. അവർ സ്പൂണും ഫോർക്കും ഉപയോഗിച്ചിട്ടാണ് അവർ കഴിക്കുക. ഇത് അബു ഫർസാൻ എനിക്കായിട്ട് എടുത്തു വെച്ചതാണ്. ഇതിൻ്റെ പകുതി പോലും കഴിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. മറ്റോ രസകരമായ കാര്യം, ഇത് കോഴിയും ചോറും കൂടെ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഭക്ഷണമാണ്. അത് വളരെ രുചികരമാണ്, ഡെലിഷ്യസ് തന്നെയാണ്. അത് കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് വയറൊന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ട് ഞാൻ അവരുടെ കഴിപ്പ് നോക്കി പതിവ് പോലെ നിന്നു. അപ്പോൾ ഇവർ കഴിച്ചു കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുന്നതിനൊപ്പം തന്നെ ഇവർ വളരെ വൃത്തിയും കൃത്യവുമായി ഒരു തുള്ളി പോലും വേസ്റ്റ് കളയാത്ത രീതിയിലുള്ള ഫുഡ് കഴിപ്പാണ് ഇവരുള്ളത്. അത് പ്രായമായവരാണെങ്കിലും ചെറിയ കുട്ടി കഴിച്ചവർ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണാം. എന്തായാലും വീഡിയോകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്.